സ്ത്രീകളുടെ ആകർഷണം നിലനിർത്താൻ പുരുഷന്മാർ അറിയേണ്ട 3 രഹസ്യങ്ങൾ. സ്ത്രീകളുടെ മനസ്സ് ഒരു നിഗൂഢതയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ആരെയെങ്കിലും ആകർഷിക്കാൻ ശ്രമിക്കുന്നവരാകാം. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ആവേശം, ആ ഒരു സ്പാർക്ക് പെട്ടെന്ന് കെട്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഭൂരിഭാഗം പുരുഷന്മാരും സ്ത്രീകളുടെ താൽപ്പര്യം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്നത്? പലരും വിചാരിക്കുന്നത് പണമോ സൗന്ദര്യമോ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നാണ്. എന്നാൽ സത്യമതല്ല. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മനഃശാസ്ത്രജ്ഞർ തെളിയിച്ച ഒരു കാര്യമുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈംഗികമായ ആഗ്രഹങ്ങൾ, ലസ്റ്റ് അല്ലെങ്കിൽ ഡിസയർ, പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. പുരുഷന്മാർക്ക് ആദ്യം തോന്നുന്നത് ശാരീരികമായ ആഗ്രഹമാണ്. അതിനുശേഷമാണ് ശരീരം പ്രതികരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഇതൊരു മനോഹരമായ യാത്രയാണ്. അതിൽ 3 ഘട്ടങ്ങളുണ്ട്: സേഫ്റ്റി, സുരക്ഷിതത്വം; അറൗസൽ, ഉണർവ്; അതിനുശേഷം മാത്രം ഡിസയർ, ആഗ്രഹം. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ഒരു സ്ത്രീയുടെ മനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ സ്ഥിരമായൊരു സ്ഥാനം നേടാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇത് വെറും ടിപ്സ് അല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. നമ്മൾ സ്ത്രീകളുടെ സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുരുഷന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ അവന്റെ ശാരീരിക ക്ഷമതയ്ക്കും വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുത്തണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം വേണം. ഇവിടെയാണ് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ അൾട്ടിമേറ്റ് കാലിസ്ഥെനിക്സ് ഗൈഡ് വരുന്നത്. വെറും ജിമ്മിൽ പോയി ഭാരം പൊക്കുന്നതല്ല കാലിസ്ഥെനിക്സ്. സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ ഒരു ഗ്രീക്ക് ശില്പം പോലെയുള്ള ശരീരം നിർമ്മിക്കാം എന്നതാണ് ഇതിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കായി ഒരു വമ്പൻ ഓഫർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഈ മുഴുവൻ കോഴ്സും തികച്ചും സൗജന്യമായി ലഭിക്കും. വെറും ചായ കുടിക്കുന്ന പൈസയ്ക്ക് 4000 രൂപയുടെ വാല്യൂള്ള ഈ ഗൈഡ് സ്വന്തമാക്കാനുള്ള അവസരമാണിത്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ആത്മവിശ്വാസത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങൂ. ഇനി നമുക്ക് വീണ്ടും സ്ത്രീകളുടെ സൈക്കോളജിയിലേക്ക് കടക്കാം. ഘട്ടം 1: സുരക്ഷിതത്വം, ദ ഫൗണ്ടേഷൻ ഓഫ് സേഫ്റ്റി. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആകർഷണം തോന്നണമെങ്കിൽ അവർക്കാദ്യം നിങ്ങളുടെ സാന്നിധ്യത്തിൽ സേഫായി തോന്നണം. ഇതൊരു ഇവോല്യൂഷണറി സൈക്കോളജിയാണ്. പണ്ടുകാലം തൊട്ടേ സ്ത്രീകൾ തങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, എന്നാൽ ഭയപ്പെടുത്താത്ത പുരുഷന്മാരെയാണ് തിരയുന്നത്. പല പുരുഷന്മാരും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരെ ഒരു ക്രീപ്പായി മുദ്രകുത്താൻ കാരണമാകും. ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഏറ്റവും ക്രീപ്പിയായി തോന്നുന്ന 3 കാര്യങ്ങൾ ഇവയാണ്: തുറിച്ചുനോട്ടം. സംസാരിക്കുന്നതിന് മുൻപേ അവരെ വിടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരിൽ ഭയമുണ്ടാക്കും. അനാവശ്യ സ്പർശനം. പരിചയപ്പെടുന്നതിന് മുൻപേ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുന്നത് റെഡ് ഫ്ലാഗാണ്. സംസാരം സെക്സിലേക്ക് തിരിക്കുന്നത്. ആദ്യത്തെ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലൈംഗികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരെ നിങ്ങളിൽ നിന്നകറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈകൾ പോക്കറ്റിലിടുക ചെയ്യുന്നത് നിങ്ങളെന്തോ ഒളിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജഡ്ജ്മെന്റലാണ് എന്നുള്ള സൂചന നൽകും. നേരെ മറിച്ച് കൈപ്പത്തികൾ കാണത്തക്ക രീതിയിൽ റിലാക്സ്ഡായി സംസാരിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കാം എന്ന തോന്നൽ അവരിലുണ്ടാക്കും. ഘട്ടം 2: ഉണർവ്, ദി ആർട്ട് ഓഫ് അറൗസൽ. ഒരിക്കൽ ഒരു സ്ത്രീക്ക് നിങ്ങളിൽ സുരക്ഷിതത്വം തോന്നിക്കഴിഞ്ഞാൽ അവൾ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്കെത്തും. അവിടെയാണ് നിങ്ങൾ അവളിൽ ആകർഷണം ജനിപ്പിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫീമെയിൽ ഗെയ്സ് എന്ന് വിളിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണുകൾ, കൈകൾ, പുറംഭാഗം അതായത് ബാക്ക്, പിന്നെ തോളുകൾ. പല പുരുഷന്മാരും മുഖസൗന്ദര്യത്തിന് പുറകെ പോകുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കൈകളുടെ ചലനങ്ങളും നിങ്ങളുടെ നോട്ടവുമാണ്. നിങ്ങൾ പ്ലോസിബിൾ ഡിനയബിലിറ്റി എന്ന തന്ത്രം ഉപയോഗിക്കണം. അതായത് നിങ്ങൾ അവളെ തൊടുന്നത് ഒരു ലക്ഷ്യത്തോടെയാണെന്ന് അവൾക്ക് തോന്നരുത്, എന്നാൽ ആ സ്പർശനം അവളിലൊരു ഇലക്ട്രിക് ഫീൽ ഉണ്ടാക്കുകയും വേണം. ഉദാഹരണത്തിന്, റോഡ് മുറിച്ചു കടക്കുമ്പോൾ അവളുടെ തോളിലോ അരയിലോ മൃദുവായി കൈവച്ച് ഗൈഡ് ചെയ്യുന്നത് ഒരു ജെന്റിൽമാൻ സ്റ്റൈലാണ്. അവൾക്ക് ആ സ്പർശനം അനുഭവപ്പെടുകയും ചെയ്യും, എന്നാൽ നിങ്ങൾക്കതൊരു ആവശ്യഘട്ടമായി ന്യായീകരിക്കുകയും ചെയ്യാം. ഐ കോണ്ടാക്ട്, നോട്ടം. നോട്ടത്തിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കാൻ ട്രയാങ്കിൾ മെത്തേഡ് പരീക്ഷിക്കൂ. സംസാരിക്കുമ്പോൾ അവളുടെ ഇടത് കണ്ണിൽ നോക്കുക, പിന്നെ വലത് കണ്ണിൽ, അതിനുശേഷം ഒരു നിമിഷം ചുണ്ടുകളിലേക്ക് നോക്കി വീണ്ടും കണ്ണുകളിലേക്ക് മടങ്ങുക.
ഇത് സബ്കോൺഷ്യസായി അവളിൽ നിങ്ങളോടൊരു പ്രണയഭാവമുണ്ടാക്കാൻ സഹായിക്കും. ഓരോ മിനിറ്റിലെയും കൃത്യമായ ഐ കോണ്ടാക്ട് ആകർഷണം 35% വരെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഘട്ടം 3. തീവ്രമായ ആഗ്രഹം, ക്രിയേറ്റിംഗ് ഡിസയർ ത്രൂ ആബ്സെൻസ്. ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. ഒരിക്കലൊരു പെൺകുട്ടി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എപ്പോഴും അവൾക്ക് ലഭ്യമായിരിക്കും, ഓൾവേസ് അവൈലബിൾ. ഇത് നിങ്ങളുടെ വാല്യൂ കുറയ്ക്കും. ചരിത്രത്തിലെ പ്രശസ്തനായ ഡ്യൂക്ക് ഓഫ് ലൗസാൻ എന്ന വ്യക്തിയുടെ കഥ നോക്കാം. അദ്ദേഹം കാണാൻ അത്ര സുന്ദരനൊന്നുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: പ്രസൻസ് ക്രിയേറ്റ് വാല്യൂ, ബട്ട് ആബ്സെൻസ് ക്രിയേറ്റ് ഡിസയർ. അദ്ദേഹം സ്ത്രീകളോട് ഇടയ്ക്ക് വളരെ റൊമാൻറ്റിക്കായി പെരുമാറും, പെട്ടെന്ന് തന്നെ ഒരു കാരണവുമില്ലാതെ അല്പം അകൽച്ച പാലിക്കും. ഇതിന് സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും അവളുടെ മെസ്സേജിന് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകുകയും അവൾ എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലുകയും ചെയ്താൽ അവൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം ലഭിക്കില്ല. നിങ്ങൾ അവൾക്ക് ചിന്തിക്കാൻ സമയം നൽകുക. ആ ചിന്തയാണ് പിന്നീട് തീവ്രമായ ആഗ്രഹമായി മാറുന്നത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആൻഡ് എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഇതൊന്നും സ്ത്രീകളെ പറ്റിക്കാനുള്ള തന്ത്രങ്ങളല്ല, മറിച്ച് സ്ത്രീകളുടെ മനസ്സ് എങ്ങനെയാണ് പ്രകൃതിദത്തമായി പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കലാണ്. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മാറ്റം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നൂ. ശ്രദ്ധിക്കുക, ഈ അറിവുകൾ മറ്റൊരാളെ മാനസികമായി തകർക്കാനോ ചൂഷണം ചെയ്യാനോ ഉപയോഗിക്കരുത്. ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനവും സത്യസന്ധതയും അനിവാര്യമാണ്. സൈക്കോളജി എന്നത് ഒരു ഉപകരണമാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്: ആദ്യം അവൾക്ക് നിങ്ങളോട് കൂടെ സുരക്ഷിതത്വം നൽകുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലൂടെയും നോട്ടത്തിലൂടെയും ആകർഷണം വർദ്ധിപ്പിക്കുക. അതിനൊടുവിൽ അല്പം നിഗൂഢത നിലനിർത്തിക്കൊണ്ട് അവളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിറയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മുടെ 3999 രൂപ വിലയുള്ള അൾട്ടിമേറ്റ് കാലിസ്ഥനിക്സ് ഗൈഡ് നിങ്ങൾക്ക് വെറും 89 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഇത് വെറുമൊരു ഗൈഡ് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തെയും ആത്മവിശ്വാസത്തെയും മാറ്റിമറിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. നിലവിൽ 500-ലധികം മെമ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ആനുകൂല്യം ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളും ആ 500 പേരുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തുക. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.